അബൌട്ട് കൺസൈൻമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേടാ. അത് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസൈൻമെന്റിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കുറെ പേർക്ക് സാമ്രാജ്യത്തിന് അടിക്കണമെന്ന് പറഞ്ഞ് ഒരു 4-5 ഗ്യാങ് സാമ്രാജ്യത്തിന് അടിക്കാൻ പോയി. സാമ്രാജ്യം ആ സമയത്ത് ഏണിയുടെ മുകളിൽ കയറി അവന്മാര് ഹൈ റാങ്കിൽ എടുത്ത് ഏണി കയറി വരുന്നവനെ വെച്ച് പൊളത്തി. എന്റെ POV ഞാൻ പറയട്ടെ ഗൈസ്. എന്റെ വേണ്ട, ഞാൻ എൻ്റെ ഒരു POV നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഒരു POV കാണിക്കാം. അപ്പൊ നിങ്ങൾ ഓക്കെ, നിങ്ങൾ അതായത് നമ്മള് സാമ്രാജ്യത്തിന്റെ കൂടെ അല്ല എല്ലാരും അടിക്കാന്ന് പറഞ്ഞ് ഒരുമിച്ച് ഗ്യാങ്ങുകളൊക്കെ ഒത്തുചേർന്ന് പീഡിയത്തല്ല എന്നുള്ള രീതിയിൽ നേരെ പ്ലാനിൽ പോയിട്ടാ. പ്ലാനിൽ പോയിട്ട് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞത് ഇതായിരുന്നേ. ഇത് കാണേണ്ട സാധനമാണ്, ഇത് കാണേണ്ട സാധനമാണ്. കേട്ടോടെ അത് എവിടെയായിരുന്നു? ഒരു സെക്കൻഡ് കൊണ്ടുകുത്തിയേ. എന്റെ ആളെയോ എന്തൊരു അടിയോടെ വരുന്നു. ഫുൾ സപ്പോർട്ടാ. മോനെ കേട്ടോ നോക്കോടെ. TV-യിലെ 3 കേട്ടാ. ഇത് നടക്കൊരു ALX കണ്ടോടെ. ഫുൾ സപ്പോർട്ട്. കേറിക്കോ ഫുൾ സപ്പോർട്ട്. അടിപൊളിക്കണ അടിപൊളിക്കണേട്ടാ. ഒരുത്തത് ഇത് കസറാണ്. ഈ താഴോട്ട് വീഴുന്നത് ആരാണ്? ഇത് ഒരു ബോഡി ആയിട്ട് വേണ്ട, സാവേജ് ആണ്. ആദ്യത്തെ ബോഡി കേട്ടാ. അല്ലെങ്കിൽ വേറൊരാളൂടെ കെട്ടിപ്പിടിച്ച് താഴോട്ട് ഡ്രോപ്പ് ആവണ. നിലത്ത് വീട് കത്ത് മാല. ഇത് ആദ്യം കയറി സാവേജ് നടക്കണേട്ടാ. 4 വീട് നമ്മൾ രണ്ടുകൂടെ കപ്പ് ചെയ്യും. പിന്നെ ഞങ്ങളായിരുന്നു, ഞാൻ ഏതോ വണ്ടിയിൽ ഓടിക്കരുത്. ഇതാണ് അവിടെ സംഭവിച്ചത്, മനസ്സിലായ? ഇതാണ് ഇന്നത്തെ കൺസൈൻമെന്റ് ആയിരുന്നത്. ഇതായിരുന്നു. അടുത്ത് ഞാൻ നോക്കുമ്പോ റേഡിയോയിൽ 4 പേര് തീർന്നു. കൂട്ടത്തിൽ 4 പേര് തീർന്നു. എന്നിട്ട് ലാസ്റ്റ് ഫൈറ്റ് കാണിച്ചുതരാം. കാണിച്ചപ്പോ ഞാൻ ALX-ൽ ഒരു പയ്യൻ അവനോട് പറഞ്ഞ് ധൈര്യമുള്ളവരൊക്കെ കയറി. നമ്മൾ ഫ്രണ്ട്സായി. ഞങ്ങൾ രണ്ടുകൂടെ ALX TVA എന്നുള്ള ഞങ്ങൾ ഒറ്റ മനസ്സുള്ള 2 ഗെയിം കളിക്കുന്നവർ. ഞാൻ കൂടെ കയറി. ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി. ഇവൻ പറയാനുണ്ട്, ഇവ എനിക്ക് മോട്ടിവേഷൻ തരും. എന്തായാലും ചാവും, നമുക്ക് അടിക്കാം. എന്നിട്ട് എല്ലാ പ്ലാനും സെറ്റ് ആയി കഴിഞ്ഞപ്പോ അവൻ പറയാൻ കേട്ടോണേ, നമുക്ക് പോയി റിപ്പയർ ഒക്കെ ചെയ്തിട്ട് വന്നാലോ. ലാസ്റ്റ് മിനിറ്റ് അവന്റെ കുണം മാറിയതുണ്ടാ. അതായിരിക്കും നല്ലത്. ഇവന്മാര് കയറട്ടെ. ഞാനും പിന്നെ അവന്റെ കൂടെ കൂടി. ALX വാസു, മനസ്സിലായോ? ഞാൻ അവരുടെ കൂടെ ചേർന്ന് എന്റെ മൈൻഡ് മാറി. പിന്നെ പോട്ടെ, ഇപ്പം നമ്മുടെ ഇലയും അപ്പം തന്നെ മൈൽസും വില്ലുമോനും ഇലയും ഉണ്ട്. ഞാൻ പിന്നെ അവരൊക്കെ പോട്ടെന്ന് വിചാരിച്ചു. പയ്യനുണ്ട് നമ്മുടെ കൂടെ. അപ്പോഴത്തേന് ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോ വില്ല് പോലല്ല. ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോ മൈൽസ് വാസുണ്ണ കുത്തിച്ച് കേറി അടിക്കുന്നത് കേട്ടാ. അപ്പൊ അതിന്റെ മൈൻഡ് മാറി കേട്ടാ. പെട്ടെന്ന് ഇവന് പെട്ടെന്നാണ് എല്ലാം ഇതാവുന്നത്. അപ്പൊ തന്നെ വാ കുത്തിക്കാതെ. വീഡിയോ ചെയ്യ സബാഷ് 50 പേരാണ് തിരിക്കണം. 50 പേര്.
ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ആക്ടിങ് ആയിരുന്നല്ലേ. ആ കോള് കേട്ടപ്പോ നീ എന്താ വിചാരിച്ചേ? ഞാൻ അവിടെ അകത്ത് പോയി അടിച്ച് എല്ലാം സെറ്റാക്കി വന്നത്. മൂഡ് സിങ്സ് ഉള്ള അവനെന്ന്. സത്യം, അവന് മൂഡ് സിങ്സ് ആണ്. അവന് മൂഡ് സിങ്സ് ആണ്. അവനിങ്ങനെ അവന് പെട്ടെന്ന് ഇരിക്കുമ്പോ അടിക്കണം, കുറച്ച് കഴിയുമ്പോ അല്ലേ വേണ്ട നമുക്ക് ഇതാക്കാൻ പോവാ. ഇതായിരുന്നു സംഭവം. ഇതായിരുന്നു, മനസ്സിലായോ? ലാസ്റ്റ് ഞാൻ അവന്റെ കൂടെ അഡാപ്റ്റീവ് ആയി. ഞങ്ങൾ ഒരു മൈൻഡായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ചത്ത്. അതിൽ കൂടുതൽ വേറെ ചെയ്യല്ലടാ. എന്തിനു ചെയ്യാൻ? ഒരു കൺസൈൻമെന്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. സത്യം പറയാം, എന്തൊരു കൺസൈൻമെന്റ് ഇത് POV കാണണമായിരുന്നു നിങ്ങളൊക്കെ. ഇത് ഫുൾ ലൈവ് നിങ്ങൾ കാണണം. ലൈവ് വന്നാൽ മതിയായിരുന്നു. ഞാനങ്ങ് ഇങ്ങനത്തെ ഒരു കൺസൈൻമെന്റ് ആണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിചാരിച്ച സീരിയസ് കൺസൈൻമെന്റ് എന്ന്. അവിടെ 5 പേര് കുടുംബശ്രീ യൂണിറ്റ് വിളിച്ച് നേരെ രൂപമരത്തെല്ലാം പോയി. സാമ്രാജ്യത്തിന് സിറ്റിയിലെ എല്ലാവർക്കും സാമ്രാജ്യത്തിന് അടിച്ചാൽ മതി. ഇത് വേണ്ട, കൺസൈൻമെന്റ് വേണ്ട. നമ്മുടെ 2 പിള്ളേർ അങ്ങനെ പോയി. 2 പേര് ഒരുത്തും നിലത്തുനിന്ന് വീണി ഒത്ത് ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയാൻ? പിന്നെ ലാസ്റ്റ് ALXലെ പയ്യന്മാർ മാത്രമുള്ളവരും നമുക്ക്. ശരിക്കും അണ്ണ അകത്ത് പോയെന്നാ വിചാരിച്ചേ. എടാ, എന്നെ വിശ്വസിക്കോ? നീ അല്ല വേറെ ആരെയും വിശ്വസിക്കോ എന്നെ? എന്റെ അമ്മോ, എന്തൊക്കെ കാണണം അവിടെ ഇവിടെ. ഇതായിരുന്നു POV. ഇതൊക്കെ ഞങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ ഇതാണ് കേട്ടോ. പോഡ്കാസ്റ്റിന്റെ വിഷ്വൽസ് ആണ് ഇതൊക്കെ. പോഡ്കാസ്റ്റിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പൊ PC യില. പോഡ്കാസ്റ്റിലെ സൗണ്ട് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പോഡ്കാസ്റ്റ് കാണാത്തവർ സായിപ്പിന്റെ കൂടെ പോഡ്കാസ്റ്റ് ഒക്കെ പോയത് കാരണം, മനസ്സിലായ? കൺവിൻസ് ആക്കിയല്ലേ? എല്ലാരും പറഞ്ഞ് കൺവിൻസ് ആക്കി. ഒറ്റ ശ്വാസത്തിൽ വിശ്വസിച്ചു എല്ലാവരും വിശ്വസിച്ചു. ആ ലൈവ് കണ്ടവർ വരെ വിശ്വസിച്ചു. ലൈവ് ഉണ്ട്, ഞാൻ കമന്റ് സെക്ഷൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കും ഇവിടെ കേട്ടോ. ലൈവ് കണ്ടവരൊക്കെ എന്ത് കാണിക്കുവാ മൈൽസെ, വാട്സോൺ അകത്ത് പോയി പിക്ക് എടുക്കണ്, നീ അകത്തോട്ട് ചെല്ലെന്ന്. ഈകളെ ഞാൻ അതിനകത്ത് കയറിയായിരുന്നു. ഈ വട്ടം ഇത് കള്ളത്തരല്ല. ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ച POVക്ക് തൊട്ട് മുമ്പ് ഞാൻ അതിനകത്ത് ഒരു വട്ടം കയറിയായിരുന്നു ആ പയ്യന്റെ കൂടെ. അവിടെ വെച്ച് 3 പിക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ആ 3 പിക്ക് ഞാൻ ട്രിം ചെയ്ത് വെച്ചിരിക്കും. അത് മോണ്ടേജിലിടാവേ. അത് ഞാൻ 5 മോണ്ടേജ് ചെയ്യുന്നുണ്ട്. അതിനകത്തിടാം. ഇത് കളത്തിലല്ല. കൺവിൻസ് ചെയ്യാൻ പറയുന്നതല്ല, സത്യമായിട്ടുണ്ട്. അത് 3 പിക്കുണ്ട്. സൂപ്പർ ബ്രോ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. വോയിസ് ആക്ടിങ് ഒക്കെ ട്രൈ ചെയ്യണം ഇനി. ALX വാസു, അഖിൽ ജോഷി, താങ്ക് യു സോ മച്ച് ഫോർ ദ വോട്ടി. അണ്ണാ, എന്റെ ബർത്ത്ഡേ ആണ് 16-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അതാ മറ്റേ സാധനം ഇല്ല എൻ്റെ അത്. മൈക്രോഫോൺ ഉണ്ടല്ലോ. 16-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജിറിൻ EFXന് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു ബ്രദർ. ഓക്കെ അല്ലേ? 16-ാം തീയതി കട്ട് ചെയ്ത സ്റ്റാറ്റസിൽ. ഷൊട്ടക്കൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ $2 ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇന്നിപ്പോ എന്ത് ചെയ്യും? ഇന്ന് നമുക്ക് ഇത് ചെയ്യാം. ഇന്നലെ ലൈവ് വരാഞ്ഞത് സായി പോപ്പി കാരണമാണ് ഗൈസ്. സായി പോപ്പി ഇന്നലെ നല്ല ഡിലേ ആയി. ഇന്നലെ 10 മണി 9:15 ആയപ്പോഴാണ് ഇവിടെ വന്നത്. മനസ്സിലായോ? അത്രയും ഡിലേ ആയിട്ടാണ് വന്നത്. അതാണ് ഇന്നലെ ലൈവ് വരാൻ. ഞാൻ ഇന്നലെ ലൈവ് വരാൻ ഇരുന്നതാണ്. ഞാൻ ലേറ്റ് നൈറ്റ് എങ്കിലും വരാൻ വരുന്നത്. പക്ഷേ പോഡ്കാസ്റ്റിന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ 3 മണിയായി. ജൂനിയർ SRP ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ